പെസഹ ഒക്കെ കഴിഞ്ഞിട്ട് 2 ആഴ്ച ആവാറായെങ്കിലും ഇപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെ പെസഹ ആചരണത്തിൻ്റെ വീഡിയോ ഇടുന്നത്. ഇവിടെയൊക്കെ എല്ലാ കസിൻസിൻ്റെ വീട്ടിലും പെസഹ ആചരിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കസിൻസിനെയും വീട്ടിൽ പോയി, ഇപ്പോൾ ഒരു വീട്ടിൽ പോയി അവിടെ അപ്പം മുറിച്ച്, അടുത്ത വീട്ടിൽ പോയി അപ്പം മുറിച്ച്, അങ്ങനെ കേട്ടോ പെസഹ ആചരിക്കാറ് എല്ലാ വർഷവും. ഈ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലാണ് ഏറ്റവും ലാസ്റ്റ്. ഈ പെസഹ എന്ന് പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ തുടർന്ന് മുറിക്കാറ്. ഭയങ്കര രസമാണ്. അന്ന് ആ സമയത്ത് എല്ലാ കസിൻസും ഒരുമിച്ച് കൂടി കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ആക്കി, കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ പെസഹയുടെ ഒരു ഫീൽ തന്നെ ഒരു വേറെയാണ്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടി മലയൊക്കെ കയറാൻ പോകുന്ന ഭയങ്കര രസമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് പെസഹ ആചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഞാനാണ് വീട്ടിൽ ബൈബിൾ വായിച്ചത്. അങ്ങനെ ബൈബിൾ വായിച്ച് നമ്മൾ നേരെ പെസഹാപ്പം മുറിച്ചു. വീട്ടിലെ മുതിർന്നവർ വേണമല്ലോ പെസഹാപ്പം മുറിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വല്യപ്പയാണ് മുറിച്ചത്. അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് കൊടുത്തു. അങ്ങനെ പപ്പ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കേട്ടോ. എനിക്ക് പെസഹാപ്പം വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും നമ്മളത് രണ്ടും കഴിക്കണമെന്നാണല്ലോ. അങ്ങനെ എല്ലാ കസിൻസിനും നമ്മൾ ഇങ്ങനെ ഏജിനനുസരിച്ചാണ്, ജനറേഷൻ അനുസരിച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ജർമ്മനിയിലെ എൻ്റെ കസിൻ ചേച്ചിയൊക്കെ വിളിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും അവളും ഉണ്ടായിരുന്നതാണ്. ഈ പ്രാവശ്യം അവളില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് ചോദിക്കണം. ബൈ.